ഹായ്. അപ്പോൾ ഞങ്ങളിന്ന് ഇറങ്ങിയിട്ടുള്ളത് കുഞ്ഞാമ്മൻ്റെ വീട്ടിലൊന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് പോയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അവിടുത്തെ ചെറിയൊരു വിശേഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടത്. ഞങ്ങൾ 4 പെൺകുട്ടികളായതുകൊണ്ട് തന്നെ 4 പെൺകുട്ടികളും 4 വീട്ടിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്, കല്യാണം കഴിച്ച വീട്ടിൽ നിന്ന്. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചാണ് അവിടെ ഒത്തുകൂടുന്നത് കേട്ടോ. അവിടെ എത്തി എല്ലാവരും കൂടെ കുറച്ചൊക്കെ സംസാരിച്ചൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളവിടെ അടുത്തുള്ള കുറച്ച് പാടങ്ങളും തോടുകളും വെള്ളം നിറഞ്ഞ സമയമല്ലേ, അപ്പം മീൻ പിടിക്കണൊക്കെ ഉണ്ട് കുട്ടികൾ അവിടെ എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അവിടെ ചുറ്റുവട്ടം കാണാൻ നല്ല ഭംഗിയാണ്. വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ഗേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നേരെ ചെല്ലുന്നതിന് വലിയൊരു പുഴ പോലുള്ളൊരു തോട്ടിലേക്കാണ് കേട്ടോ. അവിടെ നല്ല വെള്ളമുള്ള സമയമായതുകൊണ്ട് കലങ്ങിയ വെള്ളമാണ് ഇപ്പോൾ. അല്ലാത്ത സമയത്ത് നല്ല ഭംഗിയുള്ള കല്ലുകളൊക്കെ ഉണ്ടായിട്ട് നല്ല വെള്ളമായിരിക്കും, നമുക്കൊക്കെ ഇറങ്ങി കുളിക്കാനും നീന്താനും എല്ലാം പറ്റുന്ന നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം നിറഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കലങ്ങി നിൽക്കുന്നത്. ഒന്നിനും പറ്റില്ല, കുളിക്കാനോ ഇറങ്ങാനോ ഒന്നിനും പറ്റില്ല കേട്ടോ. ഇവിടെ തൊടുവിൽ തന്നെ ഒരു 3-4 കിണറൊക്കെ ഉണ്ട്, നല്ല തെളിയുള്ള വെള്ളമാണ് കിണറ്റിലൊക്കെ ഉള്ളത്. അതൊക്കെ ഇങ്ങനെ കുട്ടികൾക്ക് ഇതൊക്കെ ഒരു കാഴ്ചയാണ്. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ കാണുന്ന കുളത്തിലും പുഴയിലും വെള്ളത്തിലും ഒക്കെ ചാടി കളിച്ച് നീന്തി കയറി വൈകുന്നേരം ആവുന്നവരെ വീട്ടിലെത്താതെ എല്ലായിടത്തും കളിക്കും. ഇതുപോലത്തെ തൊടിയൊന്നും കുട്ടികൾക്ക് ഇപ്പോൾ കാണാൻ കിട്ടാണ്ടായി. ഇങ്ങനെ ചെറിയ ചെറിയ കുളങ്ങളോ കിണറുകളോ ഒന്നും മക്കൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കാണുന്നില്ല. ഉള്ള മക്കൾ ഫുള്ള് ഇപ്പോൾ ഫോണിലോ അല്ലെങ്കിൽ ടി വിക്ക് മുൻപിലോ ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും 5 സെൻറ്റ് സ്ഥലത്ത് ചെറുതായിട്ടുള്ള വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വെക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഇപ്പോൾ കളിക്കാൻ സത്യം പറഞ്ഞാൽ പാടുമില്ല തോടുമില്ല. ഇതുപോലെയുള്ള നാട്ടിൻപുറങ്ങളും ഇപ്പോൾ കാണാൻ കിട്ടാതായിട്ടുണ്ട്. ഇനി അഥവാ ഏതെങ്കിലും കുളത്തിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ ഒറ്റയ്ക്ക് വിടാൻ നമുക്ക് പേടിയാണേനും. കാരണം കുട്ടികൾ നീന്തങ്ങളൊന്നും പഠിച്ചിട്ടില്ല. മറ്റേത് നമ്മൾ പറഞ്ഞാൽ ഏത് കുളത്തിൽ പോയിട്ട് ചാടിയാലും വീട്ടുകാർക്കൊരു പേടിയില്ല. ചെറുപ്പം മുതലേ വെള്ളത്തിൽ കിടന്ന് കളിക്കണോണ്ട് നമ്മൾ നീന്തം പഠിപ്പിച്ചിട്ട് എല്ലാവരും വിടുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഒത്തുകൂടിയപ്പോൾ എല്ലാവരും കൂടി വെള്ളം കാണാൻ ഇറങ്ങിയതാട്ടോ. കുട്ടികൾക്ക് ഇതൊരു ഭയങ്കര രസമായിരിക്കും. നല്ല ഭംഗിയുള്ള സ്ഥലം.